റെവല്യൂഷൻ. അപ്പോൾ പ്ലാന്റ് ബ്രീഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഹരിത വിപ്ലവം എന്ന് നമ്മൾ പറയുന്നു. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? ഇപ്പോൾ കാർഷിക രംഗത്ത് വന്നിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കാലഘട്ടത്തിൽ 1960s മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്തോ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിരുന്നു പോവർട്ടി എന്ന് പറയുന്നത്, ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഒരു നേരത്തെ പോലും ആഹാരം കിട്ടാത്ത അവസ്ഥയാണ് നമ്മൾ പോവർട്ടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോവർട്ടി ഉള്ള രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോൾ ഈൽഡ് വളരെ കുറവാണ്. ആ കാലഘട്ടത്തിൽ ഉള്ള കാർഷിക വിളകളുടെ ഈൽഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ കുറച്ച് മാത്രമേ അവിടെ ഈൽഡ് കിട്ടൂ. നെല്ല്, ഗോതമ്പ്, അല്ലെങ്കിൽ തേങ്ങ, അല്ലെങ്കിൽ ടപ്പിയോക്ക, ഇതിലൊക്കെ ഈൽഡ് വളരെ കുറവായിരുന്നു. കാരണം അന്നൊക്കെ കൃഷി ചെയ്തിരുന്നത് വൈൽഡ് വെറൈറ്റീസ് ആയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഒരു 1960 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പുതിയ നെൽവിത്തിനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ കണ്ടെത്തി ആ നെൽവിത്തിനങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പ് ഇനങ്ങൾ, പുതിയ വിത്തിനങ്ങൾ കൃഷി ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ വന്നിട്ടുള്ള സമഗ്രമായ മാറ്റം, അഭൂതപൂർവമായൊരു മാറ്റമുണ്ടായി. ഈ മാറ്റത്തിനെയാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെവറൽ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ് in the midst of 1960s led to a dramatic increase in food production. This is termed as Green Revolution. അപ്പോൾ നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും കാര്യം നമ്മൾ പറയാൻ കാരണം, ലോകത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭക്ഷ്യ വസ്തുക്കളാണ്, ഒന്ന് അരിയും മറ്റൊന്ന് ഗോതമ്പ് എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ആഹാരമാണ് ഇത് രണ്ടുമാണ്. ഇത് കഴിഞ്ഞേ ബാക്കിയുള്ളതൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ആഹാരം ത്തിൻ്റെ ഇനങ്ങളായിട്ടുള്ള വീറ്റിൻ്റെയും റൈസിൻ്റെയും പുതിയ വെറൈറ്റീസ് കണ്ടെത്തിയത് ഏകദേശം 1960 കാലഘട്ടത്തിൽ വന്നതിൻ്റെ ഫലമായി ഭക്ഷ്യോൽപാദന രംഗത്തൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടായി, ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഇൻക്രീസ് ഫോം ചെയ്തു. ദിസ് ഈസ് ടേംഡ് ആസ് ഗ്രീൻ റെവല്യൂഷൻ. ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെവറൽ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ് in the midst of 1960s led to a dramatic increase in food production. This is termed as Green Revolution. ഓക്കെ, ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദറായി കണക്കാക്കുന്നത് നോർമൻ ഇ ബോർലോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ്. ഈ സയൻറ്റിസ്റ്റിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, നോർമൻ ഇ ബോർലോ എന്ന സയൻറ്റിസ്റ്റാണ് ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദറായി കണക്കാക്കുന്നത്. അദ്ദേഹമാണ് മെക്സിക്കൻ സെമി ഡോർഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ്, വീറ്റിൻ്റെയും റൈസിൻ്റെയും സെമി ഡോർഫ് ഡോർഫും അല്ല എന്നാൽ ടോളമല്ലാത്തൊരു സെമി ഡോർഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു. അതിന് ഈൽഡ് വളരെ കൂടുതലായിരുന്നു. ദിസ് വാസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ദറ്റ്സ് ഗ്രീൻ റെവല്യൂഷൻ വാസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് സെമി ഡോർഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ്. ഇറ്റ് വാസ് ഡൺ ബൈ നോർമൻ ഇ ബോർലോ. സോ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. അതേ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്ന സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പുതിയ വെറൈറ്റീസ്, ഗോതമ്പിൻ്റെ പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കി. അത് സോണാലിക, കല്യാൺ സോന, സോണാലിക അതുപോലെ കല്യാൺ സോന, ഈ രണ്ട് വെറൈറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇൻ ഇന്ത്യ ഹൈ ഈൽഡിംഗ് ആൻഡ് റെസിസ്റ്റൻറ്റ് വീറ്റ് വെറൈറ്റീസ് ലൈക്ക് സോണാലിക ആൻഡ് കല്യാൺ സോന വെയർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷന് കാരണമായ രണ്ട് പ്രധാനപ്പെട്ട വീറ്റ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് സോണാലിക ആൻഡ് കല്യാൺ സോന. അതിനുശേഷം ഇപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൈസിൻ്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് IR8. IR8 പ്രൊഡ്യൂസ് ചെയ്തത് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിപ്പീൻസിലാണ്. IRRI, ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിപ്പീൻസ്. രണ്ടാമത്തത് തായ്ചങ് നേറ്റീവ് 1, തായ്ചങ് നേറ്റീവ് 1 അത് തൈവാനിൽ പ്രൊഡ്യൂസ് ചെയ്തു. മൂന്നാമത്തത് ജയ ആൻഡ് രത്ന, അവ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഗ്രീൻ റെവല്യൂഷന് കാരണമാകുന്ന പ്രധാനപ്പെട്ട റൈസ് വെറൈറ്റി, ഇപ്പോൾ സെമി ഡോർഫ് വെറൈറ്റീസ് ഉണ്ടല്ലാതെ റൈസ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IR8, തായ്ചങ് നേറ്റീവ് 1, ജയ ആൻഡ് രത്ന. അതേസമയം ഷുഗർ കെയിൻ എന്ന് പറയുന്നതും ലോകത്തിലെ പ്രധാനപ്പെട്ട കൃഷിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് പഞ്ചസാര വ്യവസായം എന്ന് പറയുന്നത്. പഞ്ചസാര ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് ക്യൂബ. അതുകൊണ്ടാണ് ക്യൂബയെ നമ്മൾ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്.
അപ്പോൾ ഷുഗർ കെയിനിൽ 2 വെറൈറ്റീസാണ് നമ്മുടെ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നത്. ഒന്ന് സക്കാരം ബാർബറി എന്ന വെറൈറ്റി, 2 സക്കാരം ഒഫിസിനാരം എന്ന് പറയുന്ന വെറൈറ്റി. ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്തു വന്നിരുന്ന 2 പ്രധാനപ്പെട്ട കരിമ്പിൻ്റെ വെറൈറ്റീസാണ്. സക്കാരം ബാർബറി നോർത്ത് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രത്യേകത, നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും വരൾച്ച കൂടുതലാണ്. വരണ്ടുണങ്ങിയ പ്രദേശത്തും വെള്ളം കുറച്ചുള്ള പ്രദേശത്തും വളരെ കുറച്ച് വെള്ളം മതി അതിന് വളരാൻ. പക്ഷേ കുഴപ്പം കരിമ്പിൻ്റെ കനം കുറവാണ്, സ്റ്റെമ്മിൻ്റെ കനം വളരെ കുറവാണ്. രണ്ടാമത്തത് സക്കാരം ഒഫിസിനാരം. ഷുഗർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്, പക്ഷേ അത് നോർത്ത് ഇന്ത്യയിൽ വളരില്ല. നോർത്ത് ഇന്ത്യയിൽ വളരില്ല എന്ന് പറയുന്നത് ലോ വാട്ടർ കണ്ടൻറ്റിൽ വളരില്ല. എപ്പോഴും നല്ല ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ. അങ്ങനെയുള്ളതാണ് സക്കാരം ഒഫിസിനാരം. ഒന്ന് സക്കാരം ബാർബറി, 2 സക്കാരം ഒഫിസിന. ഈ 2 വെറൈറ്റിയാണ് ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഈ പ്ലാന്റ് ബ്രീഡേഴ്സ്, സയൻറ്റിസ്റ്റുകൾ ചെയ്ത പരിപാടി ഈ 2 വെറൈറ്റീസും കൂടി യുണൈറ്റ് ചെയ്ത് പുതിയ വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്തു. These 2 varieties crossed and produced new varieties with high yield, thick stem, high sugar content, ability to grow in North India, etc. ഈ 2 വെറൈറ്റീസിനെയും കൂടി യുണൈറ്റ് ചെയ്ത് പുതിയ വെറൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുക. വെറൈറ്റീസിൻ്റെ പ്രത്യേകത അതിന് ഹൈ ഈൽഡ് ഉണ്ടായിരുന്നു, തിക്ക് സ്റ്റെമ്മായിരുന്നു, ഹൈ ഷുഗർ കണ്ടൻ്റ് ഉണ്ട്, നോർത്ത് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ വെള്ളമില്ലെങ്കിലും വളരും, ഷുഗർ കണ്ടൻറ്റ് വളരെ കൂടുതലുണ്ട്, കട്ടിയുള്ള സ്റ്റെമ്മാണ്, ഹൈ ഈൽഡുള്ള വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് ഗ്രീൻ റെവല്യൂഷനിൽ നോക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തത് വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? The development of several high-yielding varieties like wheat and rice in the midst of 1960s led to a dramatic increase in food production. This is termed as Green Revolution. This was due to the production of semi-dwarf varieties of wheat and rice. It was done by Norman E. Borlaug. In India, high-yielding resistant wheat varieties like Sonaliga and Kalyan Sona were produced. It was produced by Dr. M.S. Swaminathan. The important rice varieties produced are IR8, IRRI Philippines, Taichung Native 1 Taiwan, Jaya and Ratna in India. Then sugarcane. 2 important varieties of sugarcane cultivated in India were Saccharum barberry and Saccharum officinarum. Saccharum barberry cultivated in North India with a poor sugar content. Saccharum officinarum cultivated in South India with a high sugar content. These 2 varieties were crossed and new varieties were produced, and they have high yield, thick stem, high sugar content, able to grow in North India, etc. ഒരുപാട് വെറൈറ്റീസ് ഷുഗർ കെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ പഠിച്ച പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ്, അങ്ങനെ കുറേ സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചും ഗ്രീൻ റെവല്യൂഷന് കാരണമായിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഡിസീസ് റെസിസ്റ്റൻസ് പ്ലാന്റ്സിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിൽ ഏതൊക്കെ ടൈപ്പുള്ള പ്ലാന്റ്സാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്നാണ്. സാധാരണഗതിയിൽ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന, നമ്മുടെ ക്രോപ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് 3 തരത്തിലുള്ള പാത്തോജൻസാണ്. 1 ബാക്ടീരിയ, 2 വൈറസ്, 3 ഫംഗസ്. ദീസ് ആർ ദ കോമൺ പാത്തോജൻസ് അറ്റാക്ക് ക്രോപ്സ്. സാധാരണ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ 1 ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു കോമൺ ഡിസീസാണ് ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ്. ക്രൂസിഫേഴ്സ് അല്ലെങ്കിൽ ക്രൂസിഫറേസിയ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ഫാമിലിയാണ്. ആ ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സിൽ ഫോർ എക്സാമ്പിൾ ക്യാബേജ് ക്രൂസിഫേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ അതിലുണ്ടാക്കുന്ന ബ്ലാക്ക് റോട്ട് എന്ന് പറയുന്ന ഡിസീസ് ബാക്ടീരിയൽ ഡിസീസാണ്. അവിടെ കാണുന്നത് പോലെ ഈ കാണുന്നത് ഒരു ബ്ലാക്ക് റോട്ട് ഡിസീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. രണ്ടാമത്തത് ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു കോമൺ ഡിസീസാണ് ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്. വീറ്റ് പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ബ്രൗൺ റസ്റ്റ് ഡിസീസ്, തുരുമ്പ് ഉണ്ടാകുന്നത് പോലെ ചെടിയുടെ ഇലയിൽ, ഗോതമ്പിൻ്റെ ഇലയിൽ ഉണ്ടാകുന്ന ഒരു രോഗം, തുരുമ്പ് പിടിച്ചതുപോലെ നമുക്ക് തോന്നും. വാക്സീനിയ എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന ഡിസീസാണ്. ഇത് ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു കോമൺ ഡിസീസാണ്, ദാറ്റ് ഈസ് ദി ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്. മറ്റൊരു ഫംഗൽ ഡിസീസാണ് റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ.
കരിമ്പിൻ്റെ സ്റ്റെമ്മിൽ അവിടെ അവിടെയായിട്ട് ചെറിയ ചുവപ്പ് നിറത്തിലുള്ള അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ഡോട്ട് പോലെ ആദ്യം ഉണ്ടാവുകയും പിന്നീട് കരിമ്പ് മൊത്തത്തിൽ ചുവന്നു പോവുകയും ചെയ്യുന്നു. ഇത് ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഷുഗർ കെയിൻ ഡിസീസാണ്. ദാറ്റ് ഈസ് ദി റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസീസ്. മറ്റൊന്ന് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ. പൊട്ടറ്റോയിലുണ്ടാകുന്ന ഒരു രോഗമാണ്. പൊട്ടറ്റോയുടെ സർഫസ് ഇതേ കണക്കുള്ള അടയാളങ്ങൾ ഫോം ചെയ്യുന്നു. പൊട്ടറ്റോയിൽ ആ രോഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഫംഗൽ ഡിസീസ് എന്ന് പറയുന്നത് ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ ആൻഡ് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ. അടുത്ത മൂന്നാമത്തത് വൈറൽ ഡിസീസ്. ദ മോസ്റ്റ് കോമൺ ഡിസീസ് ഈസ് മൊസൈക്ക് ഡിസീസ്. അത് തന്നെ ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്. ടൊബാക്കോയുടെ ലീഫിൻ്റെ സർഫസിലായി ഉണ്ടാകുന്ന ചില അടയാളങ്ങൾ. ദെൻ ടർണിപ്പ് മൊസൈക്ക് ഡിസീസ്, ടർണിപ്പിലുണ്ടാകുന്ന ഡിസീസ്. ആൻഡ് ദീസ് ആർ ദ കോമൺ വൈറൽ ഡിസീസസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ടീരിയ, അതുപോലെ ഫംഗസ്, വൈറസ്, ഇത് മൂന്നുമാണ് കോമൺ ആയിട്ട് ക്രോപ്സിനെ അറ്റാക്ക് ചെയ്യുന്ന പാത്തോജൻസ്. നമുക്ക് ഈ പാത്തോജൻസിനെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പുതിയ ചെടികളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നാണ് നോക്കുന്നത്. വിച്ച് ആർ ദ സ്റ്റെപ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ടു പ്രൊഡ്യൂസ് ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ്. ഒരു ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റും? നമ്മൾ നേരത്തെ പഠിച്ച അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദി സെലക്റ്റഡ് പേരൻസ്, selection and testing of superior recombinants, testing, releasing and commercialization of new varieties. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പുകൾ അത് കോമൺ സ്റ്റെപ്പാണ്. ഏതൊരു മെത്തേഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിനെ, പാത്തോജൻ റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈ ടെക്നിക്സ്, ഈ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദെൻ വൈൽഡ് വെറൈറ്റീസ് ഓഫ് മെനി പ്ലാന്റ്സ് ഹാവ് നാച്ചുറൽ ഡിസീസ് റെസിസ്റ്റൻസ്. ഹിയർ ഒരു യെല്ലോ വൈ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇവിടെ അധികം വന്നിട്ടുണ്ട്, ക്ഷമിക്കണം, ടൈപ്പിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. പല പ്ലാന്റ്സിൻ്റെയും വൈൽഡ് വെറൈറ്റീസിന് നാച്ചുറലായിട്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കാണാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ ലേഡീസ് വിങ്കർ അല്ലെങ്കിൽ അബൽമോസ്കസ് എസ്കുലിൻഡസ് എന്ന് പറയും. ലേഡീസ് വിങ്കർ, വെണ്ട, ബിന്ദി എന്ന് പറയുന്നത്. വെണ്ടയുടെ വൈൽഡ് വെറൈറ്റിയിലാണെങ്കിൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അതിന് ഈൽഡ് അത്രയൊന്നും കാണില്ല, ചെറിയ കായായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെറൈറ്റിക്ക് ഇപ്പോൾ യെല്ലോ മൊസൈക്ക് വൈറസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരു വൈൽഡ് വെറൈറ്റിക്ക്. ആ വൈൽഡ് വെറൈറ്റിയിൽ നിന്ന് ജീനുകളെ മാറ്റി നമ്മളൊരു കൾട്ടിവേറ്റഡ് വെറൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു പുതിയ വെണ്ടയുടെ വെറൈറ്റി ഉണ്ടാക്കി. ആ വെറൈറ്റിക്ക് നാച്ചുറലായിട്ട് തന്നെ ഈ യെല്ലോ മൊസൈക്ക് ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ പേരാണ് ബർബാനി ക്രാന്തി. അപ്പോൾ ബർബാനി ക്രാന്തി എന്ന് പറയുന്നത് ലേഡീസ് വിങ്കറിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിന് നാച്ചുറലായിട്ട് തന്നെ യെല്ലോ മൊസൈക്ക് റെസിസ്റ്റൻസ് ഉള്ളതാണ്. ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് വൈൽഡ് വെറൈറ്റിയിൽ നിന്നാണ് എന്നുള്ളത്. അപ്പോൾ യെല്ലോ മൊസൈക്ക് റെസിസ്റ്റൻസ് ഓഫ് ലേഡീസ് ഫിംഗർ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൈൽഡ് വെറൈറ്റി ആൻഡ് റിസൾട്ടഡ് എ ന്യൂ വെറൈറ്റി കാൾഡ് ബർബാനി ക്രാന്തി. അപ്പോൾ വൈൽഡ് വെറൈറ്റീസിൽ മിക്കവാറും എല്ലാ പ്ലാന്റ്സിൻ്റെയും വൈൽഡ് വെറൈറ്റീസിന് നാച്ചുറൽ ഡിസീസ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉള്ളതാണ്. അതിൽ നിന്ന് ആ ജീനുകളെ നമുക്ക് വേണമെങ്കിൽ കൾട്ടിവേറ്റഡ് വെറൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പുതിയ വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ബർബാനി ക്രാന്തി. ഇത് ഒരുപാട് പ്രാവശ്യം എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. ബർബാനി ക്രാന്തി എന്ന് പറയുന്ന വെറൈറ്റിയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ യെല്ലോ മൊസൈക്ക് റെസിസ്റ്റൻസ് ഉള്ള ഒരു ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ അബൽമോസ്കസ് എസ്കുലിൻഡസ് എന്ന് പറയുന്ന വെറൈറ്റിയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതല്ലാതെ വേറെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ പ്ലാന്റ് ബ്രീഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വീറ്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഹിംഗിരി എന്ന് പറയുന്നത്. ഇതിന് ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ് ഹിൽബൺ ഈ രണ്ട് ഡിസീസിനെയും റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. അപ്പോൾ സം ഓഫ് ദ ഡിസീസ് റെസിസ്റ്റന്റ് ക്രോപ്പ് വെറൈറ്റീസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ് ബ്രീഡേഴ്സ് or plant breeding are 1. Wheat. The variety name is Himgiri. It can resist
ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ് ആൻഡ് ഹിൽബണ്ട്. അനദർ വൺ ഈസ് ദി ബ്രാസിക്ക. ഈ ബ്രാസിക്കയുടെ കടുകിൻ്റെ വെറൈറ്റിയാണ് പ്യൂസ സ്വാനിം അല്ലെങ്കിൽ കരൺ റായി എന്ന് പറയുന്നു. ഇറ്റ് ക്യാൻ റെസിസ്റ്റ് വൈറ്റ് റസ്റ്റ് ഡിസീസ്. റസ്റ്റ് ഡിസീസ് മീൻസ് തുരുമ്പ് പോലെ ഉണ്ടാകുന്ന ഫംഗൽ ഡിസീസാണ്. അത് ബ്രൗണും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പോൾ പ്യൂസ സ്വാനിം അല്ലെങ്കിൽ കരൺ റായി എന്ന് കോമണായി അറിയപ്പെടുന്ന ഈ വെറൈറ്റി ബ്രാസിക്കയ്ക്ക് വൈറ്റ് റസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മറ്റൊന്ന് കോളിഫ്ലവർ. അതിൻ്റെ വെറൈറ്റിയുടെ പേരാണ് പ്യൂസ ശുഫ്ര, അതുപോലെ പ്യൂസ സ്നോബാൾ K1. കോളിഫ്ലവറിൻ്റെ 2 വെറൈറ്റീസാണ് പ്യൂസ ശുഫ്ര ആൻഡ് പ്യൂസ സ്നോബാൾ K1. ദിസ് ക്യാൻ റെസിസ്റ്റ് ബ്ലാക്ക് റോട്ട്, കേൾ ആൻഡ് ബ്ലൈറ്റ്. കോളിഫ്ലവറിൻ്റെ 2 വെറൈറ്റീസായ പ്യൂസ ശുഫ്രയ്ക്കും പ്യൂസ സ്നോബാൾ K1നും ബ്ലാക്ക് റോട്ട്, കേൾ, ബ്ലൈറ്റ് എന്നീ ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ വൻപയറിൻ്റെ കൗപ്പിയുടെ ഒരു വെറൈറ്റിയാണ് പ്യൂസ കോമൾ. പ്യൂസ കോമൾ ഈസ് എ വെറൈറ്റി ഓഫ് കൗ പി. നമ്മൾ വൻപയർ എന്ന് പറയും. ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ടു ബാക്ടീരിയൽ ബ്ലൈറ്റ്. ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ ചില്ലി, പച്ചമുളകിൻ്റെ വെറൈറ്റിയാണ് പ്യൂസ സഡബഹാർ. ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ചില്ലി മൊസൈക്ക് വൈറസ്. ക്യാൻ നാച്ചുറലി റെസിസ്റ്റ് ദ ചില്ലി മൊസൈക്ക് വൈറസ്. ആൻഡ് ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സം ഓഫ് ദ വെറൈറ്റീസ്. ചില വെറൈറ്റികൾ നമുക്ക് എക്സാമ്പിളായിട്ട് ചില വെറൈറ്റീസ്. അപ്പോൾ എക്സാമിനേഷന് ഈ വെറൈറ്റീസിൻ്റെ പേര് തന്നിട്ടൊരു കോളമായിട്ട് കൊടുത്ത് അതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് ചോദിക്കാവുന്ന സാധ്യതയുള്ളതാണ്. അടുത്തത് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഡെവലപ്പിംഗ് ഇൻസെക്റ്റ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ്. ഇൻസെക്റ്റ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ സെലക്ടഡ് പേരൻസ്, സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് സുപ്പീരിയർ റീകോമേഴ്സ്, ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കമേഴ്സ്യലൈസേഷൻ ഓഫ് ന്യൂ വെറൈറ്റീസ്. അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ചില വെറൈറ്റീസിൻ്റെ എക്സാമ്പിൾ സം ഓഫ് ദി റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ആർ ഗിവൺ ബിലോ. 1. ബ്രാസിക്ക. ബ്രാസിക്കയുടെ സ്പീഷീസാണ് പ്യൂസ ഗൗരവ്. ഇതിന് എഫിഡ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എഫിഡ്സ് മീൻസ് ഇല പേനുകൾ എന്ന് നമ്മൾ പറയും. ഇലയിലുണ്ടാകുന്ന, ഇലയെ അറ്റാക്ക് ചെയ്യുന്ന ഇതേ കണക്കുള്ള ചെറിയ ഇതിനകത്തുണ്ടാകുന്ന ചെറിയ പേനുകൾ. പച്ച നിറത്തിൽ ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്ട്സാണ്. നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അത് ഇഴുകി ചേർന്നിരിക്കുകയാണ് എഫിഡ്സ്. ആൻഡ് ദീസ് ആർ ദ എഫിഡ്സ്. അപ്പോൾ എഫിഡ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബ്രാസിക്കയുടെ സ്പീഷീസാണ് പ്യൂസ ഗൗരവ്. ദെൻ ഫ്ലാറ്റ് ബീൻ, നമ്മൾ അമര എന്ന് പറയുന്നു. അതിന് 2 സ്പീഷീസാണ് പ്യൂസ സെം 2 ആൻഡ് പ്യൂസ സെം 3. ദേ ക്യാൻ റെസിസ്റ്റ് ജസിഡ്സ്, ദെൻ എഫിഡ്സ് ആൻഡ് ഫ്രൂട്ട് ബോറർ. ജസിഡ്സ് ഇതേ കണക്കുള്ള ഇൻസെക്ട്സ്, നേരത്തെ കാണിച്ച എഫിഡ്സ്, ദെൻ ഫ്രൂട്ട് ബോർ. ഇവിടെ കാണിച്ച ടൊമാറ്റോയുടെ ഒരു പടമാണ്. അതിനകത്ത് ഫ്രൂട്ടിനെ തുരന്ന് തിന്നുന്ന പുഴുക്കളുടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട് ബോർ ഇവയെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫ്ലാറ്റ് ബീൻ്റെ വെറൈറ്റി. ഫ്ലാറ്റ് ബീൻ അമര എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ വെറൈറ്റി പ്യൂസ സെം 2 ആൻഡ് പ്യൂസ സെം 3. ദേ ക്യാൻ റെസിസ്റ്റ് ജസിഡ്സ്, എഫിഡ്സ് ആൻഡ് ഫ്രൂട്ട് ബോറർ. അനദർ വൺ ഈസ് ദി ഒക്ര ഓർ ബിണ്ടി, വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. അതിൻ്റെ 2 വെറൈറ്റിയാണ് പ്യൂസ സവാനി, അതുപോലെ പ്യൂസ A4. പ്യൂസ സവാനി ആൻഡ് പ്യൂസ A4. ദേ ക്യാൻ റെസിസ്റ്റൻറ്റ് ടു ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോർ. ഇത് കണ്ടല്ലോ, ഫ്രൂട്ടിന് വെണ്ടയ്ക്കകത്തിരിക്കുന്ന പുഴു, ഫ്രൂട്ട് ബോർ. അത് കണക്കതിന് ഷൂട്ട് ബോർ, തണ്ട് തുരപ്പൻ. ഇതിനെയൊക്കെ നശിപ്പിക്കാൻ കഴിയുന്ന വെണ്ടയുടെ 2 വെറൈറ്റിയാണ്, അല്ലെങ്കിൽ ഒക്ര അല്ലെങ്കിൽ ബിണ്ടിയുടെ വെറൈറ്റിയാണ് പ്യൂസ സവാനി ആൻഡ് പ്യൂസ A4. അപ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്ക് ഫോർ ഡെവലപ്പിംഗ് റെസിസ്റ്റൻസ് ടു ഇൻസെക്റ്റ് ആൻഡ് പെസ്റ്റ്. അപ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് നമ്മൾ ആദ്യം പറഞ്ഞത് ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഉദാഹരണമായിട്ട് നെല്ലിൻ്റെ വിത്തനങ്ങൾ, ജയ, രത്ന പോലെയുള്ള IR8 അല്ലെങ്കിൽ തായ്ചങ് നേറ്റീവ് 1 ഇങ്ങനെയുള്ള നെൽവിത്തനങ്ങൾ
അതുപോലെ പിന്നെ ഗോതമ്പിൻ്റെ വെറൈറ്റീസ്, അവയ്ക്ക് തന്നെ ഉദാഹരണമായിട്ട് സോണാലിക, കല്യാൺ സോന, വീറ്റിൻ്റെ വെറൈറ്റീസ്, ഷുഗർ കെയിൻ്റെ വെറൈറ്റീസ്, അതൊക്കെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചു. അങ്ങനെ നമുക്ക് കൂടുതൽ ഈൽഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. രണ്ടാമത് ഡിസീസ് റെസിസ്റ്റൻസ്, ബാക്ടീരിയ, ഫംഗൽ ആൻഡ് വൈറൽ ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈൽഡ് കൂടി. മൂന്നാമത് നമ്മൾ ഇൻസെക്റ്റ് പെസ്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈൽഡ് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി ലോകത്ത് കൂടുതലായിട്ട് ഭക്ഷ്യോൽപാദനം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി പോവർട്ടി എന്ന് പറയുന്ന പ്രോസസ്സ് കാലക്രമത്തിൽ കുറഞ്ഞു വരികയും ചെയ്തു. അപ്പോഴുണ്ടായ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ആവശ്യത്തിന് വിശപ്പടക്കാനുള്ള ഫുഡ് മാത്രം കിട്ടിയാൽ പോരാ, അതിൻ്റെ ക്വാളിറ്റിയും കൂടി ഇൻക്രീസ് ചെയ്യണം. നമുക്ക് ഫുഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, അത് കണക്ക് തന്നെ പ്രോട്ടീൻസ്, ഓയിൽ, ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കണ്ടൻറ്റും കൂടി ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ നോർമൽ ഫുഡിൽ കൂടി, സാധാരണ കഴിക്കുന്ന ഫുഡിൽ കൂടി തന്നെ നമുക്ക് ഈ ന്യൂട്രിയൻസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആൾക്കാരുടെ മാൽന്യൂട്രീഷൻ പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നോർമലായിട്ട് ഒരാളുടെ ബോഡിക്ക് വേണ്ടതാണ് സ്റ്റാർച്ച്, അല്ലെങ്കിൽ അന്നജവും വേണം, പ്രോട്ടീനും വേണം, അത് ഓയിലും ആവശ്യമാണ്. ഇത് കിട്ടാൻ വേണ്ടി നോർമൽ കണ്ടീഷനിൽ നമ്മൾ പ്രോട്ടീന് വേണ്ടി പയർവർഗ്ഗങ്ങൾ കഴിക്കണം, സ്റ്റാർച്ചിന് വേണ്ടി കിഴങ്ങ് വർഗ്ഗങ്ങളോ ധാന്യങ്ങളോ കഴിക്കുന്നു. അത് കണക്ക് തന്നെ നമ്മൾ ഓയിലിന് വേണ്ടി ഓയിൽ പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിനെ കഴിക്കേണ്ടി വരുന്നു. പക്ഷേ ഇതെല്ലാം കൂടി ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂന്നും കൂടി കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന റൈസിൽ കൂടി തന്നെ, ചോറിൽ കൂടി തന്നെ നമുക്ക് പ്രോട്ടീനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓയിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, വൈറ്റമിൻസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ വൈറ്റമിൻ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പച്ചക്കറികളോ മത്സ്യമോ മാംസമോ ഒന്നും കഴിക്കേണ്ട, പകരം ചോറ് കഴിച്ചാൽ മാത്രം. അങ്ങനെ സാധാരണ ഫുഡിൽ കൂടി ന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയുള്ള ടെക്നിക് സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തു. ദാറ്റ് ടെക്നിക് ഈസ് കാൾഡ് ബയോ ഫോർട്ടിഫിക്കേഷൻ. അതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, ബയോ ഫോർട്ടിഫിക്കേഷൻ. എന്താണ് ബയോ ഫോർട്ടിഫിക്കേഷൻ? It is a plant breeding technique for nutrient enrichment through crops. ക്രോപ്സിൽ കൂടി ന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടുന്ന ഒരു പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ. ബയോ ഫോർട്ടിഫിക്കേഷൻ ഈസ് എ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക് ഫോർ ന്യൂട്രിയൻ എൻറിച്ച്മെൻറ്റ് ത്രൂ ക്രോപ്സ്. ഈ ബയോ ഫോർട്ടിഫിക്കേഷൻ, അപ്പോൾ നമ്മൾ സാധാരണയുള്ള ക്രോപ്സിൽ കൂടി ന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടുന്ന ഒരു പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ടു ഇംപ്രൂവ് പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി. നമ്മൾ കഴിക്കുന്ന സാധാരണ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സാധാരണ വിളകളുടെ പ്രോട്ടീൻ കണ്ടൻറ്റും ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക. ടു ഇംപ്രൂവ് ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, അതിനകത്ത് ഓയിലിൻ്റെ അളവ് കൂട്ടുക, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക. ടു ഇംപ്രൂവ് വൈറ്റമിൻ കണ്ടൻറ്റ്, ടു ഇംപ്രൂവ് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻ കണ്ടൻറ്റ്. അപ്പോൾ സാധാരണയുള്ള ക്രോപ്സിൽ ഈ പറയുന്ന ന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടുക. ടു ഇംപ്രൂവ് പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, ടു ഇംപ്രൂവ് ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, ടു ഇംപ്രൂവ് വൈറ്റമിൻ കണ്ടൻറ്റ്, ടു ഇംപ്രൂവ് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻ കണ്ടൻറ്റ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത് യെല്ലോ റൈസ്, നോർമലല്ല, സാധാരണയുള്ള റൈസ് അല്ല, ഇതിനകത്ത് ന്യൂട്രിയൻ കണ്ടൻറ്റ് വ്യത്യാസമുണ്ട്. റെഡ് റൈസ്, ഇതിനകത്ത് ന്യൂട്രിയൻ കണ്ടൻറ്റ് വ്യത്യാസമുണ്ട്. ബ്ലാക്ക് റൈസ്, ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് കണ്ടൻറ്റിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണയുള്ള ഫുഡിൽ കൂടി തന്നെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കുന്ന ടെക്നിക്കിനെയാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ഇത് നോർമൽ റൈസ്, ഈ കാണുന്ന നോർമൽ റൈസ്, ഇത് ബയോ ഫോർട്ടിഫൈഡ് റൈസാണ്. ഇത് ഗോൾഡൻ റൈസ് എന്നറിയപ്പെടുന്നു. ഇതിനകത്ത് ന്യൂട്രിയൻസിൻ്റെ കണ്ടൻറ്റ് വൈറ്റമിൻ എ വളരെ കൂടുതലാണ്. കോളിഫ്ലവറിൻ്റെ ഡിഫറൻറ്റ് വെറൈറ്റീസ്, അതിനകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. പുതിയ വെറൈറ്റീസ്, പപ്പായ, അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ വെറൈറ്റീസ് നമ്മൾ ബയോ ഫോർട്ടിഫിക്കേഷൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI ഇതുപോലെയുള്ള കുറേ ക്രോപ്സിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ എൻറിച്ച്ഡ് ആയിട്ടുള്ളതും അതേ കണക്ക് തന്നെ മിനറൽസിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതും ഫാറ്റിൻ്റെ അളവ് വ്യത്യാസമുള്ളതുമായുള്ള ഒരുപാട് പുതിയ 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 ക്രോപ്സിനെ ഡെവലപ്പ് ചെയ്തു. എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാരറ്റ്, വൈറ്റമിൻ എ കൂടുതലുള്ള, അല്ലെങ്കിൽ വൈറ്റമിൻ്റെ അളവ് സാധാരണയുള്ളതിനേക്കാളും കൂടുതലുള്ള ക്യാരറ്റ്. മറ്റൊന്ന് സ്പിനാഷ്, ദെൻ പംകിൻ, നമുക്കറിയാം കുഞ്ഞു മത്തങ്ങ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ദെൻ മസ്റ്റാർഡ്, കടുക്. ദെൻ ടൊമാറ്റോ, കുഞ്ഞ് ടൊമാറ്റോ, ചെറിയ തക്കാളി എന്ന് പറയുന്നത്. ദെൻ ബീൻസ്. ഇങ്ങനെയുള്ള പുതിയ പുതിയ ക്രോപ്സിനെ നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. IARI developed many crops like vitamin enriched carrot, spinach, pumpkin, mustard, tomato, beans, etc.
ഇത് പബ്ലിക് എക്സാമിനേഷന് 2 വർഷം മുമ്പ് ചോദിച്ചതാണ്. IARA പ്രൊഡ്യൂസ് ചെയ്ത ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഇതൊക്കെയാണ് സാധാരണ IARA ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമേ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IARA അല്ലാതെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ്, എക്സാമ്പിൾ എന്ന് പറയുന്നത് മെയ്സ്. സാധാരണ മെയ്സിനെ പോലെയല്ല ഇവിടെ കാണുന്നത്. ഈ മെയ്സിലുള്ള ന്യൂട്രിയൻസിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് പ്രത്യേക തരത്തിലുള്ള അമിനോ ആസിഡ് കൂടുതൽ, ലൈസീൻ, ട്രിപ്റ്റോഫാൻ പോലെയുള്ള അമിനോ ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് മെയ്സ് വിത്ത് ഹൈ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ് ലൈക്ക് ലൈസീൻ ആൻഡ് ട്രിപ്റ്റോഫാൻ വെയർ ഡെവലപ്ഡ്. അതുപോലെ ഈ കാണുന്ന വീറ്റ്, ഈ വീറ്റിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇതിനകത്ത് വീറ്റിൽ സാധാരണയുള്ളത് സ്റ്റാർച്ചാണ്. ഇതിന് പുറമെ പ്രോട്ടീൻ കണ്ടൻറ്റും കൂടി അധികമായി വരുന്നു. ഈ വീറ്റിൻ്റെ വെറൈറ്റിയുടെ പേര് അറ്റ്ലസ് 66 എന്നാണ്. അപ്പോൾ ഇത് ഒരു ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ് ആണ്. അറ്റ്ലസ് 66 ഈസ് എ വീറ്റ് ഹാവ് ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ്. മെയ്സ് വിത്ത് ഹൈ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ് ലൈക്ക് ലൈസീൻ ആൻഡ് ട്രിപ്റ്റോഫാൻ വെയർ ഡെവലപ്ഡ്. അപ്പോൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ്. ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സിന് എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലസ് 66 എഴുതാം, മെയ്സ് എഴുതാം, അത് കണക്ക് തന്നെ IARA ഡെവലപ്പ് ചെയ്ത ക്രോപ്സിന് എക്സാമ്പിൾ എഴുതാം. രണ്ടും IARA ഡെവലപ്പ് ചെയ്ത ക്രോപ്സ് ഏതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഇതാണ് എഴുതാനുള്ളത്. അപ്പോൾ അതിന് കൂടെ ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ് ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ IARA ഡെവലപ്പ് ചെയ്ത് എഴുതണം, മെയ്സിൻ്റെ കാര്യം എഴുതണം, അറ്റ്ലസ് 66 അതിനകത്ത് എഴുതണം. ദാറ്റ് ഈസ് അബൌട്ട് ബയോ ഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് 3-4 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, വാട്ട് ഈസ് ബയോ ഫോർട്ടിഫിക്കേഷൻ. രണ്ടാമത്തത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോ ഫോർട്ടിഫിക്കേഷൻ. മൂന്നാമത്, ഗീവ് എക്സാമ്പിൾസ് ഫോർ ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ്. നാലാമത്, സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്, ഗീവ് എക്സാമ്പിൾ ഫോർ ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ് ഡെവലപ്ഡ് ബൈ IARI. അടുത്ത ഒരു ടേമാണ് SCP അല്ലെങ്കിൽ സിംഗിൾ സെൽ പ്രോട്ടീൻ. സിംഗിൾ സെൽ പ്രോട്ടീൻ അല്ലെങ്കിൽ SCP. എന്താണ് SCP എന്ന് നോക്കാം. SCP means microorganisms which are living saprophytically on materials like water containing starch, straw, molasses, animal manure and even sewage. They can serve as food rich in protein, minerals, fats, carbohydrates and vitamins. അതായത് ചില മൈക്രോ ഓർഗാനിസംസിന് നമ്മൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി സാധാരണഗതിയിൽ കൾട്ടിവേറ്റ് ചെയ്യുമായിരുന്നു പണ്ട് കാലം മുതൽക്ക് തന്നെ. ആ പ്രോട്ടീൻ ആയിരുന്നു പ്രധാനമായിട്ടും നമുക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അതിനു വേണ്ടി മൈക്രോ ഓർഗാനിസംസിനെ കൾച്ചർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രോട്ടീന് വേണ്ടി മാത്രമല്ല, മിനറൽസിനും ഫാറ്റ്സിനും കാർബോഹൈഡ്രേറ്റ്സിനും വൈറ്റമിൻസിനൊക്കെ നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയ ആകാം, ഫംഗസ് ആകാം, ആൽഗയാകാം, ഇതൊക്കെയാകാം. ഇത് നമ്മൾ വളർത്തുന്നത് വെള്ളത്തിൽ ആണ്. ആ വെള്ളത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? സ്റ്റാർച്ച് അടങ്ങിയ വെള്ളത്തിൽ നമുക്കിതിനെ വളർത്താം. സ്ട്രോ അടങ്ങിയ വൈക്കോൽ കണ്ടിച്ചിട്ട് അത് നമുക്ക് ഡീകേ ചെയ്ത് അതിനകത്ത് വളർത്തിയെടുക്കാം. മൊളാസസിൽ വളർത്താം. അനിമൽ മാനുവറിൽ, അനിമൽ സീവേജിൽ വളർത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അഴുക്ക് വെള്ളത്തിൽ പോലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻ അല്ലെങ്കിൽ SCP എന്ന് പറയുന്നത്. അപ്പോൾ SCP മീൻസ് മൈക്രോ ഓർഗാനിസംസ് വിച്ച് ആർ ലിവിങ് സാപ്രോഫൈറ്റിക്കലി ഓൺ മെറ്റീരിയൽസ് ലൈക്ക് വാട്ടർ കണ്ടെയ്നിങ് സ്റ്റാർച്ചസ്, സ്ട്രോ, മൊളാസസ്, അനിമൽ മാനുവർ ആൻഡ് ഈവൻ സീവേജ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ക്യാൻ സെർവ് ആസ് ഫുഡ് റിച്ച് ഇൻ പ്രോട്ടീൻസ്. പ്രോട്ടീൻ റിച്ച് ഫുഡ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മിനറൽസ്, ഫാറ്റ്സ്, carbohydrates and vitamins. They can serve as food rich in protein, minerals, fats, carbohydrates and vitamins. ഇതിനു വേണ്ടി നമ്മൾ വളർത്തുന്ന മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മളെപ്പോഴും പറയുന്ന പേര് സിംഗിൾ സെൽ പ്രോട്ടീൻ. പ്രോട്ടീൻ മാത്രം കിട്ടാൻ വേണ്ടിയല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സബ്സ്റ്റൻസൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി ഇവയെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ ഇപ്പോൾ സ്പൈറുലിന എന്ന് പറയുന്നത് ഒരു സയാനോ ബാക്ടീരിയമാണ്, ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഈ സ്പൈറുലിന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. സ്പൈറുലിന നമ്മൾ പൊടിയായിട്ടോ കേക്കായിട്ടോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരു സിംഗിൾ സെൽ പ്രോട്ടീന് എക്സാമ്പിളാണ്. മറ്റൊന്ന് ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയയുടെ പേരാണ് മെതേലോഫിലസ് മെതേലോട്രോഫസ്.
Methylophilus methylotrophus bacteria. Then Chlorella. Chlorella is a green algae, Unisella green algae. ഈ ക്ലോറല്ല നമ്മൾ പൊടിച്ചോ ഉണക്കി പൊടിച്ചോ അല്ലെങ്കിൽ നമ്മളത് പൊടിയായിട്ടോ അല്ലെങ്കിൽ കട്ടി കേക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ക്ലോറല്ല. ദെൻ അനദർ വൺ ഈസ് ഇറ്റ് ഇസ് ടൈപ്പ് ഓഫ് ആൽഗെ. ഈസ്റ്റ് ആൻഡ് മഷ്റൂംസ്. ഈസ്റ്റ് നമുക്കറിയാവുന്നതാണ്, നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. മഷ്റൂം, കൂൺ. ആൻഡ് ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ഫഞ്ചെ. അപ്പോൾ ഗീവ് എക്സാമ്പിൾ ഫോർ സിംഗിൾ സെൽ പ്രോട്ടീൻ ഓർ SSCP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് സ്പൈറുലിന ഓർ സയാനോ ബാക്ടീരിയ, then Methylophilus methylotrophus, that is the bacteria, then Chlorella, that is an algae, then yeast and mushrooms, example for the fungus. അപ്പോൾ these are the different types of single cell proteins. അപ്പോൾ നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻ ഉപയോഗിച്ച് നമുക്ക് ന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കുന്നു. നോർമലായിട്ടുള്ള ഫുഡ് മാത്രം പോരാ, അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഫുഡ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിന് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതിന് മൈക്രോ ഓർഗാനിസംസിനെ കൾട്ടിവേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബയോ ഫോർട്ടിഫിക്കേഷൻ, മറ്റൊന്ന് സിംഗിൾ സെൽ പ്രോട്ടീൻ. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ടിഷ്യൂ കൾച്ചർ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തൈകളൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് കൾച്ചർ ചെയ്ത് വളരെ കൂടുതൽ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്ക്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്ലെറ്റ്സ്. പ്ലാന്റ്ലെറ്റ്സ് മീൻസ് തൈച്ചെടികൾ. വിത്തിൻ ഷോർട്ട് ഡ്യൂറേഷൻ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഇൻ എ ന്യൂട്രിയൻ്റ് മീഡിയം, ഒരു ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ, അണ്ടർ കൺട്രോൾഡ് എസെപ്റ്റിക് കണ്ടീഷൻ, സ്റ്റെറിലൈസ്ഡ് കണ്ടീഷനിൽ, അണുവിമുക്തമായ കണ്ടീഷനിൽ, കൺട്രോൾഡ് കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ലൈറ്റ്, ചൂടും ലൈറ്റിനെയും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു അണുവിമുക്തമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ചെടികളെ ഒരു ന്യൂട്രിയൻ്റ് മീഡിയത്തിൽ ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ. It is a method of production of plantlets within short duration in a nutrient medium under controlled aseptic condition of temperature and light. That is called tissue culture. So what is tissue culture? It is a method of production of plantlets within short duration in a nutrient medium under controlled aseptic condition of ടെമ്പറേച്ചർ ആൻഡ് ലൈറ്റ്. ഇനി ഒരു ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ടിഷ്യൂ കൾച്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണഗതി ഒരു ലാബ് ആവശ്യമാണ്. ആ ലാബിൽ നമ്മൾ കുറേ സ്റ്റെപ്പുകൾ വഴിയാണ് ഈ ടിഷ്യൂ കൾച്ചർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്സ് ഓഫ് ടിഷ്യൂ കൾച്ചർ. ഒന്നാമത്തത് സ്റ്റെറിലൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. ടിഷ്യൂ കൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസും കണ്ടെയ്നേഴ്സും സ്റ്റെറിലൈസ് ചെയ്യണം. ടിഷ്യൂ കൾച്ചറിൽ വേണ്ടി പലതരത്തിലുള്ള കണ്ടെയ്നേഴ്സ്, വെസൽസ് ഉപയോഗിക്കാറുണ്ട്, പലതരത്തിലുള്ള ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഫോഴ്സെപ്സ്, നീഡിൽ, നൈഫ്സ്, ബ്ലൈഡ്, അതേ കണക്ക് തന്നെ ഗ്ലാസ് വിയേഴ്സ്, ഗ്ലാസ് റോഡ്, ടെസ്റ്റ് ട്യൂബ്, കോണിക്കൽ ഫ്ലാസ്ക് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് ഓട്ടോക്ലേവ് എന്ന് പറയുന്നൊരു മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനകത്ത് നമുക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റെറിലൈസ്, നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ കുറച്ചുകൂടി ഒരു മോഡേൺ ഫോമിലുള്ള ഓട്ടോക്ലേവ് എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം സ്റ്റെറിലൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. രണ്ടാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ദ മീഡിയം. നമുക്ക് വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ചെടിയെ വളർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് മീഡിയം. മീഡിയം, ലിക്വിഡ് മീഡിയവും സോളിഡ് മീഡിയം ഉപയോഗിക്കാറുണ്ട്. ഈ മീഡിയത്തിൽ അഗാർ എന്ന് പറയുന്ന റെഡ് ആൽഗയെ ബ്രൗൺ ആൽഗയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന അഗാർ എന്ന് പറയുന്ന സബ്സ്റ്റൻസും കൂടി മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത് സോളിഡ് മീഡിയത്തിൽ. ലിക്വിഡ് മീഡിയത്തിൽ അത് ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മൾ ജാറിലോ കോണിക്കൽ ഫ്ലാസ്കിലോ ടെസ്റ്റ് ട്യൂബിലോ ഒക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദി പ്രിപ്പറേഷൻ ഓഫ് മീഡിയം. ഈ മീഡിയത്തിൽ ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിനകത്തേക്ക് മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, ഹോർമോൺസ്,
കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഈ മീഡിയം നമ്മൾ തയ്യാറാക്കുന്നു. സ്റ്റെറിലൈസ്ഡ് കണ്ടീഷനിൽ തയ്യാറാക്കി ഈ പ്രത്യേകമായിട്ടുള്ള കണ്ടെയ്നേഴ്സിനകത്ത് ഇതിനെ സൂക്ഷിക്കുന്നു. അടുത്ത മൂന്നാമത്തത് പ്രിപ്പറേഷൻ ഓഫ് എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഇല എടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി നമ്മൾ കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്ലാന്റ് പാർട്ടാണോ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് എക്സ്പ്ലാന്റ്. ഇപ്പോൾ എക്സ്പ്ലാന്റ് മീൻസ് എനി പാർട്ട് ഓഫ് ദി പ്ലാന്റ് ടേക്കൺ ഫോർ ഗ്രോത്ത്. വളർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്ലാന്റ് പാർട്ടിനെയും നമ്മൾ പറയുന്ന പേരാണ് എക്സ്പ്ലാന്റ്. അത് തയ്യാറാക്കുക. അപ്പോൾ ഈ ഒരു ലീഫ് എടുത്താൽ അതേ കണക്ക് നമുക്ക് ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. എന്നിട്ട് അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലാന്റ് പാർട്ടിനെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് ഇനോക്കുലേഷൻ ഓഫ് എക്സ്പ്ലാന്റ് ഇൻ ടു ദ മീഡിയം. നമ്മൾ ഈ തയ്യാറാക്കിയ എക്സ്പ്ലാന്റിനെ അതിനു മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീഡിയത്തിലേക്ക് കടത്തി വയ്ക്കുക എന്നുള്ളതാണ് ഇനോക്കുലേഷൻ. അത് ചെയ്യുന്നത് പ്രത്യേക തരത്തിലുള്ള സ്റ്റെറിലൈസ്ഡ് റൂമിൽ പ്രത്യേക എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ്. ഇപ്പോൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് ഇവിടെ വളരെ സ്റ്റെറിലൈസ്ഡ് കണ്ടീഷനിൽ ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് അല്ലെങ്കിൽ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ അകത്തുള്ള മീഡിയത്തിലേക്ക് എക്സ്പ്ലാന്റിനെ നമ്മൾ സ്റ്റെറിലൈസ്ഡ് പ്ലാന്റിനെ കടത്തി വയ്ക്കുന്നു. ഇതാണ് ദാറ്റ് ഈസ് ദി ഇനോക്കുലേഷൻ ഓഫ് എക്സ്പ്ലാന്റ് ഇൻ ടു ദ മീഡിയം. Inoculation of explant into the medium. That is the fourth step. അഞ്ചാമത്തത് കീപ്പിംഗ് ഓഫ് വെസൽസ് ഇൻ സ്പെഷ്യൽ റൂംസ്. ഈ തയ്യാറാക്കുന്ന ടിഷ്യൂ കൾച്ചർ വെസൽസിനെ നമ്മൾ പ്രത്യേകമായ റൂമുകളിൽ വയ്ക്കുന്നു എന്നുള്ളത്. അതിനെ പ്രത്യേകിച്ച് ലാബ് വേണമെന്ന് പറയുന്നത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ തയ്യാറാക്കിയ ആ കോണിക്കൽ ജാറുകളെല്ലാം പ്രത്യേകമായ റാക്കിൽ വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ടെമ്പറേച്ചർ സാധാരണഗതിയിൽ കുറവായിരിക്കും. അപ്പോൾ AC സൗകര്യമുള്ള റൂമുകളിൽ മാത്രമേ നമുക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്തേക്ക് ഈ ജാറിൻ്റെ എല്ലാം അകത്ത് നമ്മൾ തയ്യാറാക്കിയ പ്ലാന്റിൻ്റെ പാർട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് വെച്ചിട്ട് കുറേ ദിവസം സൂക്ഷിക്കുന്നു. കീപ്പിംഗ് ഓഫ് വെസൽസ് ഇൻ സ്പെഷ്യൽ റൂംസ്. അങ്ങനെ വയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് ആ ഇട്ട ലീഫോ അല്ലെങ്കിൽ പ്ലാന്റ് പാർട്ട് വളരാൻ തുടങ്ങുന്നു. ദെൻ അലോ ടു പ്രൊപ്പഗേറ്റ് ക്ലോൺസ് ഓഫ് പ്ലാന്റ്സ് ഇൻ ദ മീഡിയം. ആ മീഡിയത്തിൽ പ്ലാന്റ്സിൻ്റെ തൈച്ചെടികൾ ഉണ്ടാകാൻ അനുവദിക്കുക എന്നുള്ളതാണ്. നമ്മളിട്ട ഒരു ലീഫിൻ്റെ കഷ്ണമാണെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇതുപോലെ അത് വളർന്നു തുടങ്ങുന്നു. അതിങ്ങനെ വളർന്ന് പ്രത്യേക തരത്തിലുള്ള മാസ് ഓഫ് ടിഷ്യൂ ആയിട്ട് മാറുന്നു. ഒരു പ്ലാന്റിൻ്റെ ഒരു സ്റ്റെമ്മിൻ്റെ ഒരു പീസ് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ സ്റ്റെമ്മിൻ്റെ പീസ് വളർന്ന് അതിനകത്ത് നിന്ന് അനേകം തൈച്ചെടികൾ ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് നിന്ന് പ്ലാന്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. ഈ ഒരു രീതിയിൽ ഇതേ രീതിയിൽ നമുക്ക് ചെടികളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രത്യേകമായ റൂമുകളിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ആറാമത്തെ സ്റ്റെപ്പ് അലൗ ടു പ്രൊപ്പഗേറ്റ് ക്ലോൺസ് ഓഫ് പ്ലാന്റ്സ് ഇൻ ദ മീഡിയം. ഇത് കണക്ക് അതിനകത്ത് ചെടികൾ ആയി കഴിയുന്നു. ഏഴാമത്തെ സ്റ്റെപ്പ് റീപ്ലാന്റ് ക്ലോൺസ് ഇൻ ടു സോയിൽ. നമ്മുടെ ഈ ജാറിനകത്തിരിക്കുന്ന ഈ ചെടികളെ, ഓരോ ജാറിനകത്തും ഇതുപോലെയുള്ള അനേകം ചെടികൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. ഈ ചെടികളെ നമ്മൾ ഗ്രാജ്വലി മണ്ണിലേക്ക് മാറ്റി നടുന്നു എന്നുള്ളതാണ് അവസാനത്തെ സ്റ്റെപ്പ്. അതിനെ നമ്മൾ പ്രത്യേകമായ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത സാൻഡോ അല്ലെങ്കിൽ സോയിലോ എടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം വളരെ സൂക്ഷിച്ച് നടും. വളരെ ചെറിയ തൈകളായിരിക്കും ഇതിന് റീപ്ലാന്റ് ഓഫ് ക്ലോൺസ് ഇൻ ടു സോയിൽ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് ടിഷ്യൂ കൾച്ചർ. അപ്പോൾ വിച്ച് ആർ ദ സ്റ്റെപ്സ് ഓഫ് ടിഷ്യൂ കൾച്ചർ? ഫസ്റ്റ്, സ്റ്റെറിലൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. സെക്കൻഡ്, പ്രിപ്പറേഷൻ ഓഫ് മീഡിയം. Third, preparation of explant. Fourth, inoculation of explant into the medium. Fifth, keeping of vessels in special rooms. Sixth, allow to propagate clones of plants in the medium. And the last, replant clones into the soil. വളരെ കുറഞ്ഞ സമയത്തിനുള്ള നമുക്ക് ഒരുപാട് ചെടികളെ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ടിഷ്യൂ കൾച്ചറിനെ നമ്മൾ പറയുന്ന പേര് മൈക്രോ പ്രൊപ്പഗേഷൻ എന്നാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് ചെടികൾ, ഒരേപോലെയുള്ള ധാരാളം ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇതിനെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന്. ടിഷ്യൂ കൾച്ചർ ഈസ് കാൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ ബിക്കോസ് എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലിമിറ്റഡ് പീരീഡ്. ടിഷ്യൂ കൾച്ചർ ഈസ് കാൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. വൈ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിക്കോസ് a large number of plants are produced in limited period. കുറഞ്ഞ സമയത്തിനുള്ളിൽ
ഒരുപാട് ചെടികളെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് അതിനെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉണ്ടാകുന്ന ക്ലോൺസ്, ഇപ്പോൾ ഇവിടെ ഒരു ബനാനയുടെ ക്ലോൺസ് ആണ് ബനാന പ്ലാന്റിൻ്റെ ക്ലോൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ക്ലോൺസ് എല്ലാം ഒരേ കണക്കുള്ളതായിരിക്കും. അതിൻ്റെ സൈസ്, അതിൻ്റെ നേച്ചർ, അതിനകത്തുണ്ടാകുന്ന ഫ്രൂട്ടിൻ്റെ നേച്ചറൊക്കെ ഒരേ കണക്കാണ്. അതുകൊണ്ട് ഈ ക്ലോൺസിനെ പറയുന്നത് സോമാ ക്ലോൺസ് എന്നാണ്. ബിക്കോസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സൊമാറ്റിക് സെൽസ്. റീപ്രൊഡക്റ്റീവ് ഫ്യൂഷൻ്റെ ഫലമായല്ല അവ ഉണ്ടാകുന്നത്. സൊമാറ്റിക് സെൽസ്, ബോഡി സെൽസ് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. The clones produced in tissue culture are called soma clones because the plants are genetically identical. The clones produced are called soma clones because the plants are genetically identical. Okay. ഇനി ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ പലപ്പോഴും ഉദാഹരണമായിട്ട് ഒരു ഡിസീസ്ഡ് പ്ലാന്റിനെ നമുക്ക് കിട്ടിയെന്ന് വരിക. സപ്പോസ് ദിസ് ഈസ് എ ഡിസീസ്ഡ് പ്ലാന്റ്. കംപ്ലീറ്റ് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായ ഒരു പ്ലാന്റാണ്. ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായ പ്ലാന്റിൽ നിന്ന് നമ്മൾ പുതിയ പ്ലാന്റിനെ എത്ര ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനകത്തെല്ലാം വൈറസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ടെപ്പിയോക്ക, നമ്മുടെ നാട്ടിലെ കാണുന്ന ടെപ്പിയോക്കയിൽ വൈറൽ ഡിസീസ് ഉണ്ടായി അതിൻ്റെ സ്റ്റെം കട്ടിങ് വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന തൈകൾ, ക്ലോൺസിലെല്ലാം തന്നെ ഇതിങ്ങനെ ഉണ്ടാകും. ആ ഡിസീസ് ഒരിക്കലും പോവില്ല. അപ്പോൾ വൈറസ് ഇൻഫെക്റ്റഡ് പ്ലാന്റിൽ നിന്ന് നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴി ഹെൽത്തി പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എപ്പിക്കൽ മെരിസ്റ്റം കൾച്ചർ എന്ന് പറയുന്നു. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഡിസീസ് ഉണ്ടായാൽ എപ്പിക്കൽ മെരിസ്റ്റം പോർഷനിൽ ഡിസീസ് അഫക്റ്റ് ചെയ്യില്ല. കാരണം മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡിങ് സെൽസാണ്, കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യുന്ന യങ് സെൽസാണ്. അതിനകത്ത് വൈറസിൻ്റെ അറ്റാക്ക് ഉണ്ടാകില്ല. ആ മെരിസ്റ്റം നമ്മൾ കട്ട് ചെയ്ത് ടിഷ്യൂ കൾച്ചർ വഴി നമുക്ക് പുതിയ ഹെൽത്തി പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വൈറസ് ഇൻഫെക്റ്റഡ് പ്ലാന്റ്സിൽ നിന്ന് ഹെൽത്തി പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ടെക്നിക്ക് എന്താണ്? എപ്പിക്കൽ മെരിസ്റ്റം കൾച്ചർ. ഹെൽത്തി പ്ലാന്റ്സ് can be produced from virus infected plants through apical meristem culture. ഇതും എക്സാമിനേഷന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. Then another term is somatic hybridization. Somatic hybridization. എന്താണ് somatic hybridization നോക്കാം. അതായത് സൊമാറ്റിക് മീൻസ് നമുക്കറിയാം ബോഡി സെൽസ്. രണ്ട് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ ഒരു പ്ലാന്റ്, രണ്ട് സെല്ലുകൾ നമ്മൾ ഫ്യൂസ് ചെയ്യുകയാണ്. സൈറ്റോപ്ലാസം രണ്ടും കൂടെ ഒന്നാക്കിയെടുക്കുകയാണ് രണ്ട് സെല്ലിൻ്റെ. എന്നിട്ട് നമ്മൾ പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കും. നോക്കാം. ഹിയർ ടു സെൽസ്. ഫോർ എക്സാമ്പിൾ പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ. രണ്ട് പ്ലാന്റ്സിന് നമ്മൾ ഓരോ സെല്ലെടുക്കുന്നു. അത് ആദ്യത്തേത് പൊട്ടറ്റോ, രണ്ടാമത് ടൊമാറ്റോ. ഈ രണ്ട് സെൽസിൻ്റെയും ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഐസൊലേഷൻ ഓഫ് സെൽസ് ഓഫ് ടു പ്ലാന്റ്സ്. രണ്ട് പ്ലാന്റ്സിൻ്റെയും സെല്ലുകൾ നമ്മൾ വേർതിരിച്ച് എടുത്തു. ഇതൊന്നാമത്തെ സെല്ല്, ഇത് രണ്ടാമത്തെ സെല്ല്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൈജഷൻ ഓഫ് സെൽ വാൾ യൂസിങ് എൻസൈംസ്. ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്യുന്നു. സെൽ വാൾ തിക്കാണ്, അത് എൻസൈം ഉപയോഗിച്ച് ഇപ്പോൾ സെല്ലുലൈസ്, പെക്റ്റിനൈസ് ഇങ്ങനെയുള്ള എൻസൈംസ് ഉപയോഗിച്ച് ഇതിൻ്റെ സെൽ വാൾ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് ദ ടു പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂസ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ്. നോക്ക്, ഈ രണ്ടെണ്ണത്തിൻ്റെയും പ്രോട്ടോപ്ലാസ്റ്റുകളെ നമ്മൾ ഫ്യൂസ് ചെയ്ത് ഒരു ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഇവിടെ ഉണ്ടാകും. സൊമാറ്റിക് ഹൈബ്രിഡ് സെൽ ഇവിടെ ഉണ്ടാക്കുന്നു. രണ്ടിൻ്റെയും പ്രോട്ടോപ്ലാസം ഒന്നായി കഴിഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പിൽ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചേർഡ് ഇൻ ടിഷ്യൂ കൾച്ചർ മീഡിയം. ഇതിന് നമ്മൾ ടിഷ്യൂ കൾച്ചർ മീഡിയത്തിൽ വളർത്തി പുതിയ ചെടികളെ ഉണ്ടാക്കുന്നു. സെൽ കൾച്ചർ എന്ന് പറയുന്ന പ്രോസസ് ഉപയോഗിച്ച്. ഇതിനെ പറയുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഹൈബ്രിഡൈസേഷനോ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനോ ഒക്കെ എന്ന് പറയാറുണ്ട്. വിച്ച് ആർ ദ സ്റ്റെപ്സ് ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ? സ്റ്റെപ്സ് 1. ഐസൊലേഷൻ ഓഫ് സെൽസ് ഓഫ് ടു പ്ലാന്റ്സ്. 2. ഡൈജഷൻ ഓഫ് സെൽ വാൾ യൂസിങ് എൻസൈംസ്. 3. The two protoplasts fuse and produce hybrid protoplast. And the last, hybrid protoplast cultured in tissue cultured medium. ഓക്കെ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത പ്ലാന്റിന് എക്സാമ്പിളാണ് പൊമാറ്റോ എന്ന് പറയുന്നത്. പൊമാറ്റോ ഈസ് എ ഹൈബ്രിഡ് ഓഫ് പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ. നമുക്ക് പൊട്ടറ്റോയുടെ റൂട്ടും ടൊമാറ്റോയുടെ സ്റ്റെമ്മും ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ വൈഡായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഇത് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ചെടികളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതുണ്ടാക്കുന്നത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചാണ്. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ
നാലഞ്ച് എപ്പിസോഡായിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടും റിവൈസ് ചെയ്യുക. എക്സാമിനേഷന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.